5 വയസ്സുള്ള രോഹിത് വീട്ടിലിരുന്ന് കളിക്കുമ്പോൾ അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു 5 രൂപ കോയിൻ മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേഴ്സിലിട്ടു. പക്ഷെ തിരികെ എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് കിട്ടുന്നില്ല. അവൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ നാണയം തിരികെ എടുക്കുവാൻ കഴിഞ്ഞില്ല. നാണയം നഷ്ടപ്പെട്ട സങ്കടത്തിൽ വിഷമിച്ച അവൻ സൂത്രത്തിൽ ആ ഫ്ലവർ വേസ് തട്ടി താഴെയിട്ടു. അത് കഷണങ്ങളായി നുറുങ്ങിപ്പോയി. പക്ഷെ രോഹിത്തിന് സന്തോഷം. അവന് ആ നാണയം തിരികെ ലഭിച്ചു. 5 രൂപ നാണയം നഷ്ടപ്പെടാതിരിക്കാൻ 500 രൂപ വിലയുള്ള ഒരു ഫ്ലവർ വേസാണ് അവൻ തകർത്തത്. രോഹിത്തിന് ആ വേസിൻ്റെ വില അറിയില്ലായിരുന്നിരിക്കാം. പക്ഷെ അറിവുള്ള നാമും ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ? താൽക്കാലികവും മൂല്യരഹിതവുമായ സന്തോഷങ്ങൾക്കും സുഖത്തിനും വേണ്ടി ശാശ്വതവും അമൂല്യവുമായ ജീവിതത്തെയല്ലേ നാം ഹോമിക്കുന്നത്? ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഭോഷ്കിൻ്റെ മാർഗം സ്വീകരിക്കുമ്പോഴും സൂത്രങ്ങൾ പ്രയോഗിക്കുമ്പോഴും മറ്റുള്ളവരെ ചതിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നാം അവർക്കല്ല, നമുക്ക് തന്നെയാണ് നഷ്ടം വരുത്തുന്നത്. താൽക്കാലികമായതിനു വേണ്ടി നിത്യമായതിനെ നഷ്ടപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൽ ശാശ്വതമായത് എന്ന് നാം ചിന്തിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളും താൽക്കാലികമാണ്. ഈ ലോകത്തിലെ താൽക്കാലികമായവയെ ശാശ്വതമെന്ന് കരുതി അവയുടെ പിന്നാലെ ഓടുന്നവർ മരീചിക കണ്ടിട്ട് വെള്ളം കുടിക്കുവാൻ ഓടുന്ന മാനിനെ പോലെയാണ്. ശാശ്വത മൂല്യങ്ങൾ അദൃശ്യമെങ്കിലും അവയെ തിരിച്ചറിഞ്ഞ് അവയ്ക്കു വേണ്ടി ജീവിക്കുവാൻ നമുക്ക് സമർപ്പിതരാവാം. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമെന്ന് വചനത്തിൽ നാം വായിക്കുന്നു.